നമ്മുടെ അഭിമാനം നാം ആരുടെ മുന്നിലും അടിയറ വെക്കുവാൻ പാടില്ല. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ബ്രിട്ടീഷ് കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായിരുന്നു ദ വാട്സൺ ഹോട്ടൽ. ഈ ഹോട്ടലിലേക്ക് ഒരു ഇന്ത്യക്കാരൻ തന്റെ വിദേശിയായ സുഹൃത്തിനെയും കൂട്ടി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റിസപ്ഷനിലെ സെക്യൂരിറ്റി അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ത്യക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല, താങ്കൾ പുറത്തു പോകണം. ഇത് അദ്ദേഹത്തിനെ വളരെയധികം നിരാശനാക്കി. ഇന്ത്യക്കാരെ മൊത്തം അപമാനിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രഹരമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ ആ നിരാശ ആഴ്ചകളോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ അണയാതെ ആളിക്കത്തി. ആ ഇന്ത്യക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഗുജറാത്തിലെ പാവപ്പെട്ട ഒരു കർഷകന്റെ മകനായി ജനിച്ച് എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച് വളർന്നു വന്ന ജംഷഡ്ജി ടാറ്റയായിരുന്നു അദ്ദേഹം ഞാൻ പണക്കാരനായിട്ട് ആ ഹോട്ടലിൽ പ്രവേശിക്കും എന്നല്ലായിരുന്നു ചിന്തിച്ചത്. മറിച്ച് അതിനേക്കാൾ ആഡംബരമേറിയ, അതിനേക്കാൾ വലിയൊരു ഹോട്ടൽ ഞാൻ പണിയും എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി 1903 ഡിസംബർ 16 ആ ഹോട്ടലിന്റെ നിർമ്മാണം പൂർത്തിയായി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലുകളിൽ ഒന്നായി അത് മാറി. ആ ഹോട്ടലാണ് താജ് മഹൽ പാലസ് ഹോട്ടൽ. ഇന്ത്യക്കാരുടെ ആത്മധൈര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പതച്ചുപോയി. അതോടെ വിദേശികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് ബോർഡ് വെച്ച ദ വാട്സൺ ഹോട്ടലിന് പൂട്ടുകൾ വീണു. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞ് താജ് മഹൽ പാലസ് ഹോട്ടലിൽ താമസിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമ അവിടെ താമസിച്ച ആദ്യത്തെ വിദേശ രാജ്യ തലവനായി മാറി. അദ്ദേഹം 2010 നവംബർ 6 നടത്തിയ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ത്യക്കാരുടെ കരുത്തിന്റെ പ്രതീകമാണ് ഈ ഹോട്ടൽ. ഈ ഹോട്ടൽ ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ആഡംബര ഹോട്ടലുകളിൽ മികച്ച ഒരു ഹോട്ടൽ തന്നെയാണ്. മറ്റൊരു വ്യക്തിയുടെ ഉയരത്തിൽ അസൂയപ്പെടുന്ന സമയം കൊണ്ട് നമ്മുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി നാം പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്കും ഉയരങ്ങളിൽ എത്തുവാൻ കഴിയും എന്ന് തെളിയിച്ചു തന്ന ഒരു കഥയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.